けじめはつけねばならぬでしょう。あの子を殺せと。ഡീമൺ സ്ലെയർ പോലെ ഒരു ആനിമെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലാണ് ആരെങ്കിലും കയറി കാണും. ബട്ട് ആക്ച്വലി ഈ ആനിമെ ഈവൻ ഫാർ ബെറ്റർ ആവാനുള്ള എല്ലാവിധ ചാൻസസും ഉണ്ട്. വെൽ, ഡീമൺ സ്ലെയർ പോലെ ഒരു ആനിമെ അതിന്റെ ആനിമേഷൻ ക്വാളിറ്റി കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒന്നാണ്. ഈ പുതിയ ആനിമെ അതിന്റെ നെയിം തന്നെ സോർഡ് ഓഫ് ദി ഡീമൺ ഹണ്ടർ എന്നാണ്. ആൻഡ് ഫസ്റ്റ് എപ്പിസോഡ് അബൌട്ട് ഒരു 1 hour അടുത്ത ഡ്യൂറേഷൻ ഉണ്ട്. പിന്നെ ഇതിനൊരു ലൈറ്റ് നോവൽ ഉണ്ട്, അതുപോലെ തന്നെ മാങ്കയും ഉണ്ട്. സോ സ്റ്റോറി ഫസ്റ്റ് എപ്പിസോഡിൽ ഒരു സ്റ്റോറി തുടങ്ങിയിട്ട് അതിനൊരു എൻഡ് ആവുമ്പോഴേക്കും ഏകദേശം ഒരുവിധം കൺക്ലൂഡ് ചെയ്ത് പോലെയാണ് ആ ഒരു സ്റ്റോറി നിർത്തിയിരിക്കുന്നത്. സ്റ്റിൽ കുറേ മിസ്റ്ററീസ് ഒക്കെ അവിടെ എവിടെയും ആയിട്ട് പെൻഡിങ് ആണ്. ആൻഡ് എൻഡിങ് കണ്ടപ്പോൾ ഒരു ടൈം ട്രാവൽ കോൺസെപ്റ്റ് പോലെ തോന്നി. ബട്ട് അങ്ങനെ ആവാൻ വഴിയില്ല എന്ന് തോന്നുന്നു. ചിലപ്പോൾ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ആവാനുള്ള വഴിയുമുണ്ട്. സോ പേര് പോലെ തന്നെ ഡീമൺ ഹണ്ടിങ് ഒക്കെ ആയിട്ടാണ് ഒരു സംഭവമാണ് ഇതിനകത്തുള്ളത്. സോ വെറുതെ ഡീമൺ ഹണ്ടിങ് അല്ല, അതിനൊരു പക്ക നല്ലൊരു സ്റ്റോറി ഉണ്ട്. അത് ഫസ്റ്റ് എപ്പിസോഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നോട്ട് ലൈക്ക് ഡീമൺ സ്ലെയർ. അപ്പോൾ ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ ഒരു വില്ലേജിലോട്ട് നാട് വിട്ട് വരുന്നു. പിന്നീട് അവരൊരു വില്ലേജിലെത്തി അവിടെ ജീവിക്കുന്നു. അങ്ങനെ ആ ഒരു സ്ഥലത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. അവിടെ ഗോഡസ് ആയിട്ട് കാണുന്ന ഒരു ലേഡി ഉണ്ടാവും. എല്ലാ ജനറേഷനിലും അവരെ ഡീമൺസിൻ്റെ അടുത്ത് നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സോഡ് മാസ്റ്റേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഈ നാട് വിട്ട് വന്ന കുട്ടികളിൽ ആ ബ്രദർ ഇങ്ങനെ ഒരു സാമുറായി മാറുകയാണ്. പിന്നീട് ഡീമൺസ് ഈ വില്ലേജ് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതൊക്കെയാണ് ഫസ്റ്റ് എപ്പിസോഡിലെ സ്റ്റോറി ആയിട്ട് കാണിക്കുന്നത്. ഇത് വെറും ബേസ് ലൈൻ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. മെയിനായിട്ട് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്, അതുപോലെ തന്നെ ആനിമേഷൻ ക്വാളിറ്റിയും നൈസാണ്. ക്യാരക്ടർ ഡിസൈൻ കൈൻഡ് ലൈക്ക് ഒരു ഹെൽസ് പാരഡൈസ് ഒക്കെ പോലെ തോന്നി. അതുപോലെ തന്നെ ഒരു 80s വൈബ്, ആ ഒരു സ്റ്റോറി നടക്കുന്ന പീരീഡ് ഓഫ് ടൈമും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. കുറച്ച് 80s 90s ആ ഒരു ടൈം പീരീഡാണ് കാണിക്കുന്നത് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആർട്ട് സ്റ്റൈൽ നല്ല രീതിയിൽ നമുക്ക് തോന്നും. എന്തായാലും കൊള്ളാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഫസ്റ്റ് എപ്പിസോഡ്.